ഒരു വയസ്സായ സ്ത്രീ വിമാനത്തിൽ ഒരു ചെറിയ പയ്യനെ പേടിപ്പിച്ച് ഇതെന്റെ സീറ്റാണ്, അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ഇത് കണ്ട പയ്യന്റെ അമ്മ, എന്റെ മകന് കിട്ടിയത് വിൻഡോ സീറ്റാണ്, നിങ്ങൾ അവിടെ ചെന്നിരുന്നാൽ അവന് എന്റെ തൊട്ടടുത്തിരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു അഹങ്കാരിയായ സ്ത്രീ അതിന് സമ്മതിക്കുന്നില്ല. സോ വേറെ വഴിയില്ലാതെ അവന്റെ അമ്മ അവനോട് ആ വിൻഡോ സീറ്റിലേക്ക് മാറാൻ പറഞ്ഞു. അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റതും ആ ഒരു സ്ത്രീ ആ സീറ്റ് കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നത് കണ്ടപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി. ഈ സമയം ആ പ്രായമായ സ്ത്രീയുടെ ബിസിനസ് പാർട്ണറായ ഒരു പാവം പെൺകുട്ടി അവിടേക്ക് വന്ന് ആ ഒരു അമ്മയോട്, നിങ്ങളുടെ മകൻ വേണമെങ്കിൽ എന്റെ സീറ്റ് എടുത്തോട്ടെ, ഞാൻ ആ വിൻഡോ സീറ്റിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞു. സന്തോഷമായവന്റെ അമ്മ ആ പയ്യനോട് ആ പാവം പെൺകുട്ടിയുടെ സീറ്റിലേക്ക് മാറാൻ പറഞ്ഞ് ആ പാവം പെൺകുട്ടിയോട് നന്ദി പറഞ്ഞ് മകന് കഴിക്കാൻ വേണ്ടി കുറച്ച് ചിപ്സ് കൊടുത്ത് അവൻ അത് വായിൽ വെച്ചതും ആ സ്ത്രീ വീണ്ടും ഒച്ചയുണ്ടാക്കി. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് ഉണ്ട്, കുറച്ചു നേരം എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം, ചിപ്സ് എല്ലാം നീ വീട്ടിൽ ചെന്ന് കഴിച്ചാൽ മതി എന്ന സ്ത്രീ പറയുന്നു. അപ്പോഴും അവന്റെ അമ്മ ഒന്നും പറയാതെ ആ പയ്യനോട് അത് കുറച്ച് പതിയെ കഴിക്കാൻ പറഞ്ഞു. ഈ സമയം ആ പാവം സ്ത്രീയുടെ മൂത്ത മകൻ അവിടേക്ക് വന്ന് അമ്മയോട് ഫോണിന്റെ ചാർജർ ചോദിക്കുന്നു. അവൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റതും ആ വൃത്തികെട്ട സ്ത്രീ വീണ്ടും ശബ്ദമുണ്ടാക്കി, എന്നെ പോലെയുള്ള വൃത്തികെട്ട ആളുകളാണ് നമ്മുടെ സൊസൈറ്റിക്ക് ശാപം, മനുഷ്യനൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ വിടില്ല എന്ന് പറഞ്ഞ് ഉടനെ ഫ്ലൈറ്റിലെ സ്റ്റാഫിനെ വിളിച്ചു. ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് അവരെ കുറിച്ച് മോശമായി സംസാരിച്ച് അവൾ വളരെ ദേഷ്യം പിടിക്കുന്നത് കണ്ട് വേറെ വഴിയില്ലാതെ ആ സ്റ്റാഫ് അവളെ ബിസിനസ് ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം ആ ഒരു അമ്മയുടെ മുഖത്തുള്ള സങ്കടം കണ്ട് ആ സ്ത്രീയുടെ ബിസിനസ് പാർട്ണറായ പാവം പെൺകുട്ടി അവൾ ചെയ്തതിനെല്ലാം ആ സ്ത്രീയോട് ക്ഷമ ചോദിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആ വൃത്തികെട്ട സ്ത്രീ അവിടേക്ക് ഓടി വന്നു. ബിസിനസ് ക്ലാസ്സിൽ നിന്നും കിട്ടിയ നല്ല ഭക്ഷണം അവളുടെ പാർട്ണറിനും അവിടെ ഇരിക്കുന്ന ആളുകൾക്കും കാണിച്ചു കൊടുത്ത് ആ വൃത്തികെട്ട സ്ത്രീ മനഃപൂർവ്വം അവരുടെ അമ്മയുടെ ദേഹത്തേക്ക് ആ ഗ്ലാസ് വൈന് മറിച്ചു. അധികം വൈകാതെ ആ വിമാനം ലാൻഡ് ചെയ്ത് അവർ പുറത്തേക്ക് ഇറങ്ങിയതും അവരെ കൂട്ടാൻ അവരുടെ അച്ഛൻ വന്നു. പക്ഷേ അപ്പോഴാണ് ആ വൃത്തികെട്ട സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായത്. കാരണം അവരെന്ന് കാണാൻ വന്ന അവരുടെ കമ്പനിയുടെ ഇൻവെസ്റ്റർ ആ ഒരു വ്യക്തിയാണ്. അപകടം മനസ്സിലാക്കി ആ സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കിയെങ്കിലും അയാളുടെ മൂത്ത മകൻ ഫ്ലൈറ്റിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. ഇളയ മകളും അമ്മയോട് ആ സ്ത്രീ മോശമായി പെരുമാറിയ കാര്യമെല്ലാം പറഞ്ഞതോടെ അവരുടെ നിറമാണ് ആ സ്ത്രീയുടെ പ്രശ്നമെന്ന് അയാൾക്ക് മനസ്സിലായി. സോ എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും ആ പണം കിട്ടാൻ വേണ്ടി ഒരു എളുപ്പമില്ലാതെ അവൾ അയാളോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും അയാളുടെ സ്വഭാവം മാറി ഞാൻ നിങ്ങളുടെ കോൺട്രാക്ട് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ സമയം അവന്റെ ഭാര്യ അവനോട് ആ സ്ത്രീയുടെ പാർട്ണറെ കുറിച്ച് പറഞ്ഞു. ആ പാവം പെൺകുട്ടി മാത്രമാണ് അവരെ വിമാനത്തിൽ സഹായിച്ചതെന്ന് മനസ്സിലാക്കി അയാൾ അവരോട് ആ സ്ത്രീയെ പറഞ്ഞു വിട്ട്, നീ ആ കമ്പനിയുടെ മുതലാളിയായാൽ ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ബിസിനസിന്റെ നല്ലതിന് വേണ്ടി ആ പാവം പെൺകുട്ടി ആ ഒരു ഇൻവെസ്റ്ററിന് കൈ കൊടുക്കുന്നു.